മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. എന്താണ് മസ്റ്ററിങ്? കേരള സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ യഥാർത്ഥ വ്യക്തികൾക്ക് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് മസ്റ്ററിങ്. നമ്മുടെ പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ട രേഖകൾ: 1 ആധാർ, 2 പെൻഷൻ സ്ലിപ്പ്. ഇനി നമ്മുടെ ഗ്യാസ് മസ്റ്ററിങ്ങിന് വേണ്ട രേഖകൾ: 1 ആധാർ കാർഡ്, 2 ലിങ്ക് ചെയ്ത ഫോണ്, ഏത് വ്യക്തിയാണോ ഈ ഗ്യാസ് എടുത്തത് അദ്ദേഹം, അതുപോലെ തന്നെ ഗ്യാസ് ബുക്ക്. നമ്മുടെ ഗ്യാസ് കണക്ഷൻ 2 വിധമുണ്ട്, 1 HP-യും 1 ഭാരതും. രണ്ടും വേറെ വേറെയാണ് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെട്ടു പോയാൽ എങ്ങനെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ്, ആരുടെ പേരിലാണ് ഇനി എടുക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ്, ലിങ്ക് ചെയ്ത ഫോണ്, അതുപോലെ തന്നെ ഗ്യാസ് ബുക്ക്. ഇവ സഹിതം നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തത് ആ ഏജൻസിയുടെ ഗ്യാസ് ഏജൻസി ഓഫീസിൽ പോകണം. എന്നെങ്കിൽ മാത്രമേ മരണപ്പെട്ട വ്യക്തിയുടെ ഗ്യാസ് മസ്റ്ററിങ് വീണ്ടും ആ വീട്ടിൽ മറ്റു വ്യക്തിയുടെ പേരിലേക്കാവുകയുള്ളൂ. ഇത് നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇതിനെല്ലാം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയറാക്കാവുന്നതാണ്. അതുകൊണ്ട് എന്ത് മസ്റ്ററിങ് ചെയ്ത് വേണമെങ്കിലും ഏത് കാര്യവും നിങ്ങൾ മസ്റ്ററിങ് ചെയ്യാൻ ഗവൺമെൻറ് ഉത്തരവിട്ടാലും ആ സമയത്ത് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ആധാറും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് മസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്യാസ് കണക്ഷനും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് യഥാസമയത്ത് തന്നെ നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. ഓക്കെ.